ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ TB MD ആൻഡ് CEO ഓഫ് ഷെയർവെൽ സെക്യൂരിറ്റീസ് ലിമിറ്റഡ് ആണ്. ഒപ്പം സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് കൂടിയാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് സ്ലൈറ്റ്ലി ബെറ്റർ ഓപ്പണിംഗ് ആണ്. ഏഷ്യയിൽ ചൈന, ജപ്പാൻ, ഹോങ്കോങ്, സൗത്ത് കൊറിയ, മലേഷ്യ, സിംഗപ്പൂർ, തൈവാൻ, അതുപോലെ തന്നെ വിയറ്റ്നാം, ഈ മാർക്കറ്റുകളെല്ലാം തന്നെ ലൂണാർ ഹോളിഡേയ്സ് കാരണം ക്ലോസ്ഡ് ആണ്. ഓസ്ട്രേലിയ, അതുപോലെ തന്നെ സൗദി അറേബ്യ, ഇത്തരത്തിലുള്ള മാർക്കറ്റുകളാണ് ഇന്ന് ഓപ്പൺ ആയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഒരു ലെസ് ആക്ടിവിറ്റി ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഏഷ്യൻ മാർക്കറ്റുകളുടെ സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് മെറ്റൽ സ്റ്റോക്കുകളിൽ കാര്യമായിട്ടുള്ള ആക്ടിവിറ്റി ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. കാരണം ചൈനീസ് മാർക്കറ്റ് ഓപ്പൺ അപ്പ് ചെയ്താൽ മാത്രമാണ് മെറ്റൽ സ്റ്റോക്കുകളൊരു ആക്ടിവിറ്റി കാണാറുള്ളൂ. അതിൻ്റെ ഒരു ഇൻഡിക്കേഷൻ തന്നെയാണ് വെള്ളിയാഴ്ച മുതൽ മെറ്റൽ ഫ്യൂച്ചേഴ്സൊക്കെ താഴെയാണ് ട്രേഡ് ചെയ്യുന്നത്. നമ്മൾ വെള്ളിയാഴ്ചയിലത്തെ അമേരിക്കൻ മാർക്കറ്റിൻ്റെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ S&P 500 പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നാസ്ഡാക്ക് കോമ്പോസിറ്റ് ഇൻഡെക്സ് റെക്കോർഡ് ഹൈന് അടുത്താണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും അമേരിക്കയിൽ ടെക്നോളജി ഷെയറുകളിലുള്ള റാലി തന്നെയാണ് അമേരിക്കൻ മാർക്കറ്റിനെ വീണ്ടും വലിയ രീതിയിൽ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. NVIDIA, മൈക്രോസോഫ്റ്റ്, ഈ സ്റ്റോക്കുകളെല്ലാം തന്നെ പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. ജനറേറ്റീവ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് റിലേറ്റഡ് സ്റ്റോക്കുകളും ടെക്നോളജി സ്റ്റോക്കുകളാണ് വലിയ രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റുകൾ വെള്ളിയാഴ്ച സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് മെജോറിറ്റി മാർക്കറ്റുകളും ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഏഷ്യൻ മാർക്കറ്റിൽ വെള്ളിയാഴ്ച ജാപ്പനീസ് മാർക്കറ്റ് പുതിയ 34-year ഹൈ ഹിറ്റ് ചെയ്തിരുന്നു. അതിനുശേഷം സ്വല്പം വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഏഷ്യൻ മാർക്കറ്റിൽ മറ്റു മാർക്കറ്റുകൾ വെള്ളിയാഴ്ച ചൈനീസ് മാർക്കറ്റ് ഹോളിഡേ ആയിരുന്നു. മറ്റു മാർക്കറ്റുകളെല്ലാം തന്നെ ലാക്ക് ലെസ്റ്റർ ആയിരുന്നു. ഇന്ത്യൻ മാർക്കറ്റുകൾ സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടാണ് നിഫ്റ്റിയും സെൻസെക്സും ക്ലോസ് ചെയ്തിരുന്നത് വെള്ളിയാഴ്ച. അതുപോലെ തന്നെ കമോഡിറ്റി നോക്കുകയാണെങ്കിൽ ഗോൾഡ് ഏപ്രിൽ ഫ്യൂച്ചേഴ്സ് വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. ഇന്ന് മോർണിംഗിലും വീക്കായിട്ട് തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. $236 പെർ ഔൺസിനാണ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ബ്രന്റ് ക്രൂഡ് ഓയിൽ വെള്ളിയാഴ്ച ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. ഇന്ന് മോർണിംഗിൽ സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. $81.8 പെർ ബാരലിനാണ് ട്രേഡ് ചെയ്യുന്നത്. മെറ്റൽ ഫ്യൂച്ചേഴ്സ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വീക്കായിട്ടാണ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തത്. ഇന്ന് മോർണിംഗിലും സ്ലൈറ്റ്ലി വീക്കായിട്ട് തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. ഇനി ഈ ആഴ്ച മേജർ ഇൻ്റർനാഷണൽ ഇവൻറ്റുകൾ എന്ന് പറയുന്നത് നാളെ അമേരിക്കയിൽ പുറത്തു വരുന്ന കൺസ്യൂമർ പ്രൈസ് ഇൻഫ്ലേഷൻ ഡാറ്റ ജനുവരിയിലത്തെ, അതുപോലെ തന്നെ ജപ്പാനിലത്തെ GDP ഡാറ്റ, Q4 GDP ഡാറ്റ, ഇതൊക്കെയാണ് മേജർ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഗ്ലോബൽ ഇവൻറ്റുകൾ. ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ കൺസ്യൂമർ പ്രൈസ് ഇൻഫ്ലേഷൻ ഡാറ്റ ഇന്നുണ്ട്. അതുപോലെ തന്നെ 14-ാം തീയതി നമ്മുടെ ഹോൾസെയിൽ പ്രൈസ് ഇൻഫ്ലേഷൻ ഡാറ്റയും പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഈ ഡാറ്റകളായിരിക്കാം ഈ ആഴ്ചയിലത്തെ മേജറായിട്ടുള്ള ഇവൻറ്റുകൾ. ഇനി നമ്മുടെ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ Q3 റിസൾട്ടുകളെല്ലാം തന്നെ ഓൾമോസ്റ്റ് ഒരു 75-80% Q3 റിസൾട്ടുകൾ വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് നാളെ മറ്റന്നാൾ 15-ാം തീയതിയോടുകൂടി എല്ലാ Q3 റിസൾട്ടുകളും വന്നു കഴിഞ്ഞു. ഇതുവരെയുള്ള റിസൾട്ടുകൾ നോക്കുകയാണെങ്കിൽ ഇൻലൈൻ വിത്ത് എക്സ്പെക്റ്റേഷൻ ആണ്. സൂപ്പർലേറ്റീവ് പെർഫോമൻസ് കാഴ്ചവെച്ചുള്ള പല കമ്പനികളുണ്ട്. ലുപ്പിൻ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ച കമ്പനികളാണ്. അതുപോലെ തന്നെ ബയോകോൺ നല്ല റിസൾട്ട് കാഴ്ചവെച്ച കമ്പനിയൊക്കെയാണ്. ധാരാളം കമ്പനികൾ ഇത്തരത്തിലുള്ള റിസൾട്ടുകൾ കാഴ്ചവെച്ചിട്ടുണ്ട്. ചില കമ്പനികൾ സ്ലൈറ്റ്ലി ബിലോ എക്സ്പെക്റ്റഡ് റിസൾട്ടൊക്കെയാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. ഓവറോൾ ഇൻലൈൻ വിത്ത് എക്സ്പെക്റ്റേഷൻ ആണ്. ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ് ഈ റിസൾട്ടുകളെല്ലാം തന്നെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലെ LIC പുതിയ ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ LICയുടെ കാര്യം നോക്കുകയാണെങ്കിൽ LICയിൽ വീണ്ടും പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. ധാരാളം പുതിയ പ്രൊഡക്റ്റുകൾ ലോഞ്ച് ചെയ്യുന്നു. അപ്പം LICക്ക് ഈ Q4 $25,464 കോടി ഇൻകം ടാക്സ് റീഫണ്ട് കിട്ടുന്നതാണ് പറയുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ LICയുടെ ഈ Q4 റിസൾട്ട് വരാൻ പോകുന്ന ഹ്യൂജ് ഫിഗർ ആയിരിക്കാം. 35,500 കോടി രൂപ ഈ Q4 മാത്രം നെറ്റ് പ്രോഫിറ്റ് കാണിക്കാൻ ചാൻസസ് ഉണ്ട് LIC. അപ്പോൾ പൊതുവെ വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസുകൾ LICനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസുകളാണ്. അതുപോലെ തന്നെ പേടിഎം 3-അംഗ കമ്മിറ്റീനെ വെച്ചിട്ടുണ്ട്. പഴയ സെബി ചെയർമാൻ M ദാമോദരനാണ്. കംപ്ലയൻസ് റിലേറ്റഡ് മാറ്റേഴ്സ് ഓവർലുക്ക് ചെയ്യാനാണ്. ഒരു പോസിറ്റീവ് ന്യൂസാണ് പേടിഎമ്മിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ. പക്ഷേ ഗവൺമെൻറ് ചൈനീസ് ഇൻവെസ്റ്റ്മെൻറ്റ് FDI ഒക്കെ പേടിഎമ്മിൽ മുമ്പ് വന്നിരുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നിരുന്നാലും വേസ്റ്റ് സീംസ് ഓവർ എന്ന് വേണം ഈ ന്യൂസ് ഫ്ലോസിൽ നിന്നൊക്കെ നമുക്ക് അനുമാനിക്കാനായിട്ട്. ഒരു പക്ഷേ പേടിഎം ഒരു പോസിറ്റീവ് റിയാക്ഷൻ കാണിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്.
അഡാനി ഗ്രൂപ്പ് ഓഫ് ഷെയർസ് കഴിഞ്ഞ ആഴ്ചയിലൊക്കെ വലിയ രീതിയിൽ മുന്നേറിയിരുന്നു. തീർച്ചയായിട്ടും ഈ ആഴ്ചയിലും അത്തരത്തിലുള്ള പോസിറ്റീവ് സെൻറ്റിമെൻറ്റ് കാണാനുള്ള സാധ്യതകളാണ്. അഡാനി പോർട്ട് ഗ്ലോബലി നോക്കുകയാണെങ്കിൽ എൻവിറോൺമെൻറ്റൽ റിലേറ്റഡ് മാറ്റേഴ്സിൽ ടോപ്പ് പൊസിഷനിലാണ്. 4 റേറ്റിംഗ് ഏജൻസീസും ടോപ്പ് പൊസിഷനാണ് അഡാനി പോർട്ടിന് കൊടുത്തിരിക്കുന്നത്. വളരെ പോസിറ്റീവ് ന്യൂസാണ്. വണ്ടർല പുതിയ പ്രൊജക്റ്റുകൾ ആരംഭിക്കുന്നതാണ് പറയുന്നത്. ഇൻഡോർ അതുപോലെ തന്നെ മറ്റ് പല സ്റ്റേറ്റുകളിലും പുതിയ പ്രൊജക്റ്റുകൾ ആരംഭിക്കാനുള്ള പ്ലാനുകളിലാണ്. ഒപ്പം റെസ്റ്റോറൻറ്റുകളും അതുപോലെ തന്നെ റൂമുകളൊക്കെ റിസോർട്ടിൽ കൂട്ടാനുള്ള നീക്കം നടത്തുന്നത് പോസിറ്റീവ് ന്യൂസാണ് വണ്ടർലനെ സംബന്ധിച്ച്. ബന്ധൻ ബാങ്കിൻ്റെ റിസൾട്ട് Q3 നന്നായിരുന്നു. പക്ഷേ ബന്ധൻ ബാങ്കിൻ്റെ 23,300 കോടി ലോണുകൾ ഫോറൻസിക് ഓഡിറ്റിലാണ്. ഇതിലെന്തെങ്കിലും മാൽ പ്രാക്ടീസസ് ഉണ്ടോ എന്നുള്ളൊരു ചെക്കിങ് നടക്കുന്നുണ്ട്. ഇത് ഒരു പക്ഷേ ഒരു റോഡ് ബ്ലോക്ക് ആക്കിയേക്കാം മുന്നോട്ടുള്ള ബന്ധൻ ബാങ്ക് ഷെയറിൻ്റെ അപ്വേർഡ് മൊമെൻറ്റത്തിന്. കാരണം ഫോറൻസിക് ഓഡിറ്റിൽ എന്തെങ്കിലും നെഗറ്റീവായിട്ട് കാണുകയാണെങ്കിൽ ഒരു പക്ഷേ നെഗറ്റീവ് റിയാക്ഷൻ കാണിക്കാനുള്ള ചാൻസസ് ഉണ്ട്. IRCTC പേയ്മെൻറ്റ് അഗ്രിഗേറ്റർ ബിസിനസ്സിലേക്ക് കടക്കുകയാണ്. IRCTC പേയ്മെൻറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ടൊരു കമ്പനി ഫോം ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും IRCTCക്ക് ഈ വളരെ സൂട്ടബിൾ ആയിട്ടുള്ളൊരു ഏരിയ ആണ് പേയ്മെൻറ്റ് അഗ്രിഗേറ്റർ. കാരണം ധാരാളം കസ്റ്റമേഴ്സ് ഡീൽ ചെയ്യുന്ന ഒരു കമ്പനിയും കൂടിയാണ്. പോസിറ്റീവ് ന്യൂസാണ് IRCTCനെ സംബന്ധിച്ച്. റെയിൽടെലിന് 18.21 കോടി രൂപ ഓർഡർ കിട്ടിയിട്ടുണ്ട് മിനിസ്ട്രി ഓഫ് ഡിഫൻസിൽ നിന്നാണ്. ഈസി ട്രിപ്പ് പ്ലാനേഴ്സ് ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ഹോട്ടൽ ബിസിനസ്സിലേക്ക് കടക്കുകയാണ്. അയോധ്യയിലെ ക്ഷേത്രത്തിൻ്റെ 1 കിലോമീറ്ററിനുള്ളിൽ ഒരു 5 സ്റ്റാർ ഹോട്ടൽ തുടങ്ങുകയാണ്. ഈസി ട്രിപ്പ് പ്ലാനേഴ്സിനെ സംബന്ധിച്ച് സ്ലൈറ്റ്ലി പോസിറ്റീവാണ് അവരുടെ ഹോസ്പിറ്റാലിറ്റി എൻട്രി. ഹീറോ മോട്ടോകോപ്പ് Q3 റിസൾട്ട് വന്നിരിക്കുന്നത് എക്സലൻ്റ് ആയിരുന്നു, ബെറ്റർ ദാൻ എക്സ്പെക്റ്റഡ് ആയിരുന്നു. അതുപോലെ തന്നെ ഡോംസ് സ്റ്റേഷനറി കമ്പനിയാണ്, പുതിയ ലിസ്റ്റഡ് കമ്പനിയാണ്. Q3 ബെറ്റർ റിസൾട്ട് ആയിരുന്നു. ഗെയിൽ ഓവർസീസ് അസറ്റ് ഇപ്പോൾ 2-3 അസറ്റുകൾ മാത്രമാണ് ഗെയിലിനുള്ളത്. ഓവർസീസ് നാച്ചുറൽ ഗ്യാസ് പ്രൊഡ്യൂസിങ് അസറ്റുകളൊക്കെ അക്വയർ ചെയ്യാനോ അല്ലെങ്കിൽ ജൈവിക്കോ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. ഗെയിലിനെ സംബന്ധിച്ച് ലോങ് ടേമിലേക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ന്യൂസാണ്. അപ്പോൾ ഓവറോൾ ഇന്നത്തെ ന്യൂസ് ഫ്ലോസ് എല്ലാം തന്നെ സ്ലൈറ്റ്ലി പോസിറ്റീവ് ആണ്. മാർക്കറ്റിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഹയർ ലെവലിൽ ഉണ്ടാവാനുള്ള സാധ്യതകൾ എപ്പോഴും ഉണ്ട്. നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ പറയുന്ന പോലെ തീർച്ചയായിട്ടും ഹയർ ലെവലിൽ എല്ലാ ഇൻവെസ്റ്റേഴ്സും നല്ല പ്രോഫിറ്റബിലിറ്റി ഉള്ള സ്റ്റോക്കുകളിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്. ഒപ്പം നല്ല Q3 റിസൾട്ടുകൾ കാഴ്ചവെച്ചിട്ടുള്ള സ്റ്റോക്കുകളിൽ മാർക്കറ്റ് താഴെ വരുമ്പോൾ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ വാങ്ങുന്നതായിരിക്കും നല്ലത്. നമ്മളെ സംബന്ധിച്ച് ഇനി അടുത്ത് വരുന്ന മേജർ ഇവൻ്റ് എന്ന് പറയുന്നത് ഇലക്ഷൻ ഡേറ്റ് ഡിക്ലറേഷനാണ്. അടുത്ത ദിവസങ്ങളിൽ ഏത് ദിവസം ഉണ്ടാവാം. അതോടൊപ്പം തന്നെ Q4 റിസൾട്ടുകൾ, അത് കഴിഞ്ഞാൽ പാർലമെൻറ്റ് ഇലക്ഷൻ ഏപ്രിൽ മെയിൽ. ഇതാണ് നമ്മുടെ മേജറായിട്ടുള്ള 3 ഡൊമസ്റ്റിക് ഇവൻറ്റുകൾ. ജിയോ പൊളിറ്റിക്കൽ റിലേറ്റഡ് ഇഷ്യൂസൊക്കെ ഓവർസീസൊക്കെ ഉണ്ടാവാം. അതിൻ്റെ ഇമ്പാക്റ്റ് ഒക്കെ നമ്മുടെ മാർക്കറ്റിലുണ്ടാവും. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്ററിയോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു. അതോടൊപ്പം തന്നെ SME IPO ആൽപെക്സ് സോളാർ ഇന്ന് ലാസ്റ്റ് ഡേ ആണ്. നമ്മൾ ഇൻവെസ്റ്റേഴ്സിന് റെക്കമെൻഡ് ചെയ്യുന്നൊരു IPO കൂടിയാണ്. ഈ IPOയിൽ എല്ലാവരും എല്ലാവരും അപ്ലൈ ചെയ്യുന്നത് നന്നായിരിക്കും. നല്ല ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാൻ സാധ്യതയുണ്ട്. താങ്ക് യു.